ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷബ്നാസ് വേൾഡ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാനിന്നിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ രാവിലെ നേരത്തെ എണീറ്റിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വരാറുള്ളത്. കാരണം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മദ്രസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് മക്കളൊക്കെ എണീക്കാറുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വൈകിട്ടേ കിച്ചണിലേക്ക് വരാറുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വന്ന പാട് ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചു, അതുപോലെ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു. അപ്പോൾ ചായയുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പാല് വന്നോന്ന് നോക്കിയിട്ട് പാലൊക്കെ എടുത്തുകൊണ്ടിരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു മഴച്ചാറിൽ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാലൊക്കെ എടുത്ത് വന്നിട്ട് ഞാൻ പാലൊക്കെ ഒന്ന് കാച്ചിയെടുക്കുകയാണ്. എന്നിട്ട് ഇനി കുറച്ച് പാൽ ചായ കൂടെ റെഡിയാക്കി വെക്കണം. കാരണം ഷിതുമോനൊക്കെ എണീറ്റ് വന്നാൽ അവന് പെട്ടെന്ന് തന്നെ ചായ കിട്ടണം കേട്ടോ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവന് ബിസ്ക്കറ്റും ചായയും കുടിക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണ് എണീക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എണീറ്റ് പാടെ അവന് ചായ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പാൽ ചായയും അതുപോലെ നമ്മൾ കട്ടൻ ചായയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിവിടെ അടച്ചു വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കാരണം തലേ ദിവസം മാവ് അരച്ച് വെച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അതെടുത്തിട്ട് തന്നെ ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കൂടെ കുടിക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് വന്നാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നൊരു പതിവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ദോശ ചുട്ടു തുടങ്ങുകയാണ്. സാധാരണ നമ്മൾ അരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള മാവാണ് കേട്ടോ ഇത്. അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ നീർദോശ ചുട്ടെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയില്ലേ, അതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ മാവ്, അതുകൊണ്ടായിരിക്കാം ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് രണ്ടെണ്ണം ചുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ റെഡിയാവുകയും ചെയ്തു. ആ ഒരു തണുപ്പ് ശരിക്കും പോവാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തലേ ദിവസം രാത്രി മീൻകറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മക്കൾക്ക് നീർദോശയിലേക്ക് മീൻകറി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് പിന്നെ ദോശയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കറിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇപ്പോൾ ഇനി മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്കൊക്കെ ചായ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കറിയൊക്കെ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചപ്പാത്തി അതുപോലെ നീർദോശ ഇതിലേക്കൊക്കെ രാവിലെ മീൻകറി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ തലേദിവസം രാത്രി തന്നെ മീൻകറിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ റെഡിയാക്കി എടുക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്നെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ നീർദോശയൊക്കെ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഷൺമോൾ എന്താ അവിടെ അന്തം വിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ വിറകടുപ്പിൽ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ചോറൊക്കെ വേവിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വലിയ കലം വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു പണിക്കാരനുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ. അപ്പോൾ അവർക്ക് കഞ്ഞി മതി, ഉച്ചക്കത്തേക്കുള്ള ഫുഡൊന്നും വേണ്ട, കഞ്ഞി മാത്രം, 10 മണിക്കുള്ള കഞ്ഞി മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് വലിയ കലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയുടെ പാത്രം ഞാൻ ഈ ചൂടുള്ള അടുപ്പിൻ്റെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിൽ തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചായ ചൂടാറാതിരിക്കാൻ വേണ്ടി അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ തലേ ദിവസം തിളപ്പിച്ചെടുത്ത കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. നമ്മൾ ചുക്ക്, കരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ കോവിഡ് സ്പെഷ്യലായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ 10 മണിക്ക് കഞ്ഞിയിലേക്ക് കുറച്ച് ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചെടുത്തിട്ട് കുക്കറിൽ അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണിക്കാരനുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചു വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ ഉപ്പേരിക്ക് നമ്മളെ കയ്യിലുള്ളത് ചെറുപയറാണ്. അപ്പോൾ അതവിടെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഈ പരന്ന് കിടക്കുന്ന പാത്രങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിക്കുമ്പോൾ എന്തോ ഒരു സുഖം തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ റാഹത്തിലിരുന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഭക്ഷണം റെഡിയാക്കി എടുക്കാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കും. അതാകുമ്പോൾ പിന്നെ കഴിച്ച് കഴിഞ്ഞ പാത്രം മാത്രം കഴുകിയാൽ മതിയല്ലോ പിന്നെ ഫുഡ് കഴിച്ചിട്ട്.
അപ്പോൾ ഞാനിതാ മക്കളുടെ ഒക്കെ കയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഇരുന്നിട്ട് ഇനി ഞാനും കഴിക്കുകയാണ്. അപ്പോൾ ഷിതുമോൻ എന്താണെന്നറിയില്ല, ഇന്നിപ്പോൾ എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവനെ എണീക്കുമ്പോഴേക്ക് ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടിപൊളി മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് നീർദോശയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മീൻ കറിയിൽ നിങ്ങൾ കടല കാണുമ്പോൾ വിചാരിക്കും എന്താ ഇതിൽ മീൻ കറി കടല ഇട്ടിട്ടാണോ വെച്ചിട്ടുള്ളത് എന്നല്ലേ. അതെന്താന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്ന് തന്നെ പറയാം. നമ്മൾ മീൻ കറിയിലേക്ക് കുറച്ച് കടലക്കറി കൂടെ ചേർത്തിട്ടാണ് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കടലക്കറിയൊക്കെ ബാക്കി വരുമ്പോൾ മീൻ കറി, അതുപോലെ ചിക്കൻ കറി, ബീഫ് കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മളൊന്നുകൂടെ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മളുടെ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങളിങ്ങനെ മീൻ കറിയും കടലക്കറിയൊക്കെ ഒരുമിച്ച് ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെ കൂടെയും ടേസ്റ്റ് ഉണ്ടാവും, അതുപോലെ ചിക്കൻ്റെ കൂടെ. ഇങ്ങനെ ഈ 3 കറിയുടെ കൂടെ നമ്മൾ കടലക്കറി ബാക്കി വരുന്നതൊന്ന് ഒരുമിച്ചിട്ട് ചേർത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിനി ഞാൻ കഴിച്ച പാത്രം മാത്രമേ കഴുകി വെക്കാനുള്ളൂ. ഷാലുമോളും കൂടെ ഇവിടെ മുറ്റമൊക്കെ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി നിന്നപ്പോഴേക്ക് ഇതാ ഷിതുമോനും ഇവിടെ ഉണർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ എന്താണെന്നറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ അധികം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവൻ ഉണരാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കുറച്ച് ടൈമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്ന പാടെ എൻ്റെ കയ്യിൽ ഫോണൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ചില ദിവസങ്ങളിൽ ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെ എണീറ്റിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്നിട്ട് ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഇന്ന് നല്ല മൂഡിൽ എണീറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനെ എടുത്തിട്ട് ഇനി പല്ല് തേപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടാൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഒറ്റയ്ക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് നമ്മൾ വല്ല തിരക്കിട്ട ജോലിയിലും ആണെങ്കിൽ ഷനുമോളൊക്കെ പല്ല് തേപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കില്ല, ഉമ്മച്ചി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡാബർ ഹെർബിൻ്റെ പേസ്റ്റാണ് ഞാൻ മക്കൾക്ക് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അതാവുമ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാറില്ല മക്കൾക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവൻ്റെ പൊതുവെയുള്ളൊരു പരിപാടിയാണ് ബിസ്ക്കറ്റും ചായയും കുടിക്കുക എന്നുള്ളത്. ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവനിതിപ്പോൾ ഇങ്ങനെ ശീലമായത് കാരണം പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ അളവൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. കാരണം എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇത് കാണുമ്പോൾ പറയാറുണ്ട് കേട്ടോ, രാവിലെ തന്നെ ഇങ്ങനെ ബിസ്ക്കറ്റും ചായയും കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത്. നമുക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് മാറ്റിയെടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേശ്ശെയായിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവന് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ ഷനുമോളൊക്കെ ഓടി വന്ന് അവന് എണീറ്റ് വന്നാൽ പിന്നെ അവനൊന്ന് കുറച്ച് സമയം ഒന്ന് കൊഞ്ചിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോൾ മുറ്റടിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് അവനോട് എന്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരൊന്നും അത്ര കാര്യമാക്കുന്നൊന്നുമില്ല. വന്ന പാടന്നെ ഫോൺ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ ദോശയൊക്കെ കൂട്ടി ചായ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവന് ബിസ്ക്കറ്റിന് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് തന്നെ അരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടയരി തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് സാധാരണ അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചൂടായി വന്ന വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മട്ടയരിയൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇപ്പോൾ കൂടുതൽ വാക്സിനൊക്കെ ചേർക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കിങ്ങനെ ന്യൂസൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പേടിയെന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് വെക്കും. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഞ്ഞിക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല നീറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് തളിച്ചെടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. ഷിതുമോൻ ഉണർന്നത് കാരണം പിന്നെ അതൊക്കെ കഴുകി വെക്കാൻ വൈകിയില്ല. അപ്പോൾ അത് കഴുകി വെച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചുടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇനി നമുക്കിത് കഴുകുമ്പോൾ തന്നെ കാണാം ഇതിൽ നിന്ന് പോകുന്ന എത്രത്തോളം അഴുക്കുകളാണ് ഈ അരിയിൽ നിന്ന് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ കഴിയുന്നതും മട്ടയിലേക്ക് യൂസ് ചെയ്യുന്നവർ നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് കഴുകിയിട്ട് തന്നെ വേണം യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നില്ല എത്രത്തോളം അഴുക്ക് അതിൽ നിന്ന് വരുന്നത്. മട്ടയരിയുടെ ഒരു കളർ എന്ന് പറയുമ്പോൾ അതിനൊരു പരിമിതിയൊക്കെ ഉണ്ടാവില്ലേ, ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, എന്തൊക്കെയോ ചളിയോ കളറോ എന്തൊക്കെ പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മട്ടേരി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ ഞാൻ നന്നായിട്ട് കഴുകും. 5-6 പ്രാവശ്യമൊക്കെ വേണമെങ്കിലും നമുക്ക് കഴുകിയെടുക്കാം. എങ്കിലും നമ്മൾ പരമാവധി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കേട്ടോ. അതിനിപ്പോൾ നമ്മുടെ സാധാ അരിയാണെങ്കിലും വെളുത്ത അരിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ചുടുവെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ 5 മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് തിളച്ച് വരാനായ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ പോയി ഉപയോഗിക്കാൻ കേട്ടോ. ഒരുപാട് പിന്നെ വാക്സും കാര്യങ്ങളൊക്കെ അരികളിലൊക്കെ അരിയുടെയൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ടൊക്കെ നമ്മൾ ഒരുപാട് മെസ്സേജസിലും അതുപോലെ ന്യൂസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ മക്കൾക്കൊക്കെ വിശ്വാസത്തോടു കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തു. ഈ സമയം ഷിതുമോന് മുറ്റത്തിരുന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് അവൻ കളിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഉറുമ്പുകൾ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. ഒരു 8 കാലിയേയും കൊണ്ട് ഉറുമ്പുകളെല്ലാം കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അവൻ അവിടെ കളിക്കുകയും വേണം. പിന്നെ ഉറുമ്പിനെ കണ്ടിട്ട് ഭയങ്കര പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉറുമ്പിനെ കൊമ്പിച്ച് കളഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനോട് പിന്നെ ഉറുമ്പുകൾ കൊണ്ടുപോയിട്ട് അതിനെ കഴിച്ചോട്ടെ, അവരുടെ ഭക്ഷണമാണ് അത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ കുറച്ച് സമയമൊക്കെ അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവർ പോവാന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവന് പിന്നെ ഉറുമ്പുകൾ ഭക്ഷണം കഴിക്കുന്നത് കാണട്ടെ എന്നും പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. എന്നും അവന് കൂട്ടിന് ഹയ ഉണ്ടാവും കേട്ടോ കളിക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ അവരുടെ ഉമ്മച്ചിയുടെ വീട്ടിൽ വിരുന്ന് പോയത് കാരണം ഹയമോളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്. ഷനുമോളാണെങ്കിൽ മദ്രസയുടെ ക്ലാസ് തുടങ്ങാനായി എന്നും പറഞ്ഞിട്ട് അതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടിയോ? എന്നിട്ട് എന്താ വെള്ളത്തിന്റെ മാതിരി മഞ്ഞൾപ്പൊടി? അതെ, ഇനി എന്തായാലും ഇടണേ? മണ്ണോ? അയ്യേ, മണ്ണ് കഴിക്കാൻ പറ്റില്ലല്ലോ. മണ്ണ് കഴിക്കാൻ പറ്റില്ലല്ലോ. JCB-യാ? എന്നിട്ട് ഇതെന്താ ചെയ്യണേ? മിക്സ് ചെയ്യാ? അങ്ങനെ അവൻ്റെ കുസൃതികളൊക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഇനിയിപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. അപ്പോൾ ഞാൻ ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. അടിച്ചു വരാൻ നിന്നാൽ ഇതാണ് സ്ഥിതി കേട്ടോ. അവൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നിലത്തൂടെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് വേണം അടിച്ചു വരാനൊക്കെ. അപ്പോൾ അതൊക്കെ ഷാലുമോള് അടുക്കി പെറുക്കി വെച്ച് തരും കേട്ടോ. ഞാൻ അടിച്ചു വരാൻ നിൽക്കുമ്പോഴേക്ക് ചില ദിവസങ്ങളിൽ അവൾ തന്നെ അതൊക്കെ അടിച്ചു വരി തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഷനുമോൾ ഇവിടെ TV ഒക്കെ ഓൺ ചെയ്തിട്ട് മദ്രസ ക്ലാസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ 2ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ക്ലാസ് തുടങ്ങും. അവളിപ്പോൾ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മദ്രസയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കുകയാണ്. രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ ചാറിയിട്ടുണ്ടെങ്കിലും ഇപ്പം നല്ല തെളിച്ചുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. നന്നായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങി. നല്ല ചൂടുള്ള വെയിലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകാനേ തോന്നില്ല കേട്ടോ. അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇങ്ങനെ ചുറ്റും നോക്കി ഇങ്ങനെ ഇരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണല്ലോ അല്ലേ. അപ്പം ഇനി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എടുക്കട്ടെ. എന്നിട്ട് വേണം പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ എന്തായാലും എല്ലാ ജോലികളും പെട്ടെന്നൊന്ന് തീർക്കണം വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് കഞ്ഞി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പണിക്കാർക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ. അവരിങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അപ്പോഴേക്ക് ഒരുവിധം ജോലികളൊക്കെ തീർത്തിട്ട് വേണം പോകാനെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കുകയാണ്. പക്ഷേ എനിക്കെൻ്റെ മട്ടേരി അത്ര വിശ്വാസം പോരാട്ടോ. കാരണം അത് നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അരിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര വേവാണല്ലോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താവുന്നൊന്നും ഒരു ഉറപ്പുമില്ല കേട്ടോ. ഏതായാലും പെട്ടെന്ന് അത് വേവുമ്പോഴേക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നായിട്ട് ചെയ്യുകയാണ്. ഷിതുമോനെ ഏതായാലും ഇപ്പോൾ നല്ല കളിയിലാണല്ലോ. അപ്പോൾ അവൻ്റെ ഉഷാറൊക്കെ കുറയുമ്പോഴേക്കും ഒരുവിധം ജോലികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുകയാണ്. സിറ്റ് ഔട്ടൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് ഹാൾ അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഷന്മോള് ക്ലാസ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കണം. 2ാം ക്ലാസ്സിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഷാദുമോളും കമ്പനിക്ക് അവിടെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കൂടെ അടുക്കി പൊറുക്കിയൊക്കെ വെക്കാനുണ്ട്, എന്നിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാൻ. അപ്പോൾ ഇത് ഷിതുമോൻ്റെ പരിപാടിയാണ് ഈ പരിപാടികളൊക്കെ കേട്ടോ. ഇവിടെ ഞാൻ ഈ ഷോക്കേസിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് അവന് എന്താ പറയുക ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ള സ്ഥലമാണ്, അവൻ്റെ വണ്ടികളും സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാം താഴെ ഉണ്ടാവുള്ളൂ. നമ്മളിത് പെറുക്കിയെടുത്ത് മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവനത് എടുത്തിട്ട് താഴേക്ക് തന്നെ ഇട്ടിട്ട് എന്തെങ്കിലും കളി ഉണ്ടാവും. അത് ഒരുവിധമൊക്കെ താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും. പിന്നെ അവന് കളിക്കൊന്നും വേണ്ടി വരില്ല കേട്ടോ. എല്ലാം പകുതിയേ ഉള്ളൂ, എല്ലാം റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടികളോട് തന്നെയാണ് കൂടുതൽ കമ്പം, പക്ഷേ എല്ലാം റിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രക്കൊക്കെ നല്ല അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചെടുത്ത് 2 കഷ്ണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ വണ്ടികളും ഒന്നെങ്കിൽ ഓരോരോ പാർട്സുകളും ഓരോരോ സ്ഥലങ്ങളിലാവും. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചത് കണ്ട പാട് ഓടി വന്നിട്ട് അതന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആ വണ്ടി കേടുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. അതങ്ങനെ ചീത്തയാവുന്ന അവനും വിചാരിച്ചിട്ടുണ്ടായില്ല. അവന് എൻ്റെ ബാക്കിൽ നിന്ന് ആ സാധനം പറിച്ചെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എടുത്തതാണ്. പക്ഷെ അത് എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന് ചെറിയൊരു മുട്ടുണ്ടായിരുന്നു, അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ അതിൻ്റെ കൂടെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ അത് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അതിൽ ചെറിയൊരു സങ്കടം ഉണ്ട് താനും. എന്നാലും അതവിടെ നിന്ന് കഴിഞ്ഞാലും എങ്ങനെയൊക്കെ റിപ്പയർ ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും തീയൊക്കെ നന്നായിട്ട് കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ചോറൊന്നും വേവൊന്നും ആയിട്ടില്ല, നന്നായിട്ട് തിളച്ച് വേവാറൊക്കെ ആയി വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ഇതൊരു സോഫ്റ്റായി വന്നിട്ടില്ല. വേവായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്, പക്ഷേ കഞ്ഞിക്ക് അങ്ങോട്ട് അത്രയും സോഫ്റ്റായി വന്നിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കുറവായത് കാരണം ഞാനിവിടെ നമ്മൾ ഈ ചൂടടുപ്പത്തുള്ള ഈ വെള്ളം തന്നെയാണ് കേട്ടോ ഞാനിതിലേക്ക് എപ്പോഴും ചോറിലേക്കാണേലും കറിയിലേക്കാണേലും ഒക്കെ ഒഴിച്ച് കൊടുക്കാറുള്ളത്. നമ്മുടെ ഈ ആലുവടുപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലോ, നമുക്ക് എപ്പോൾ ചുടുവെള്ളം വേണമെന്ന് വിചാരിച്ചാലും നമ്മൾ തീ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചുടുവെള്ളം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനതിൽ വെള്ളം തീരുമ്പോൾ അത് ഫുള്ളാക്കി അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. കാരണം നമുക്ക് പിന്നീട് കറികളിലേക്കൊക്കെ ഒഴിക്കണേലും ഇനിയിപ്പോൾ ചൂടുള്ള കുറച്ച് വെള്ളം കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിലൊക്കെ നമുക്ക് എപ്പോഴും ചുടുവെള്ളം എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നമുക്ക് കറിയിലേക്കോ ചോറിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഫുൾ ചെയ്തവിടെ വെക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ ഏകദേശം പരിപാടികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അതും കൂടെ കഴിയുമ്പോഴേക്ക് കഞ്ഞി വേവെന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ, ഞാനത് മുകളിലേക്ക് എടുത്ത് വെച്ച് പോയ സാധനം താഴെ ഇട്ടിട്ട് അവൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പേരിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിടണം. അപ്പോൾ അതിനുള്ള തേങ്ങ ഫ്രിഡ്ജിലുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തലേദിവസം കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഒന്ന് താളിച്ചെടുക്കുകയൊക്കെ വേണം. അപ്പോൾ തേങ്ങ എന്തായാലും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും പൊളിച്ച് വെച്ച തേങ്ങ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ ഷിതുമോന് എവിടെ ഉണ്ടെങ്കിലും ഓടിയെത്തും കേട്ടോ തേങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാവെള്ളം കുടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷാനുമോളും ഒക്കെ കേട്ടോ. അവർക്ക് തേങ്ങ വെറുതെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ 3 ആൾ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും. ഷിതുമോന് തേങ്ങാവെള്ളവും കിട്ടണം, മറ്റവർക്ക് 2 പേർക്കും തേങ്ങയും കിട്ടണം. അപ്പോൾ ഒന്നെങ്കിൽ വെറുതെ എടുത്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ വല്ല ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക. അവരുടെ ഒരു മെയിൻ ഹോബിയാണ്. അപ്പോൾ ഷാനുമോൾക്ക് കത്തി കൊണ്ട് എടുക്കാനുള്ള ഒരു സാവകാശമൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്ക് തന്നെ തേങ്ങ എടുത്തിട്ട് വായിൽ വെച്ചിട്ട് കടിച്ചിട്ടൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. നോക്കട്ടെ മറക്ക എന്താണ് അപ്പോൾ തേങ്ങയുടെ പകുതി ഭാഗം അവരെന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടെ തീരുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ചിരകി വെക്കട്ടെ ഉപ്പേരിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതും ബാക്കി കാണില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിരകി എടുത്തിട്ട് ഇനി ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം.
അപ്പോൾ ഞാനിനി അടുത്തത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം നമുക്കിത് താളിച്ചെടുക്കുക, അതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുപയർ തോരനൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. നമ്മളിപ്പോൾ ഇവിടെ ചെറുപയർ കാന്താരി മുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് താളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് കുറച്ച് ഉണക്കൽ മീൻ കൂടെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്നാൽ പിന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോഴേക്ക് ഇതുകൂടെ റെഡിയായി വന്നോളുമല്ലോ. കുറച്ച് ടൈം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിലുള്ള ഓവർ ഉപ്പിൻ്റെ അളവൊക്കെ പോയിട്ട് നമുക്ക് ഒന്ന് പാകത്തിലായി കിട്ടും. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ പണിക്ക് വേണ്ടിയിട്ട്, പിന്നെ ഉപ്പ ഉണ്ടാവും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുള്ള കഞ്ഞി മാത്രം നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ പണികളൊക്കെ പെട്ടെന്നൊന്ന് തീർത്തതായിരുന്നു. നമ്മൾ കഞ്ഞി കൊണ്ട് അവിടേക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ പോയി വരുമ്പോഴേക്കൊക്കെ കുറേ ടൈമാവുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒരുവിധം പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കുകയാണ്. അപ്പം ഇനി ഞാൻ ഏതായാലും ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ, അതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ ഉപ്പേരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ചുറ്റുവട്ടത്തൊക്കെ പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം പണികൾ തീർത്തിട്ട് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഇങ്ങനെ ചിന്ത വരില്ലല്ലോ എന്ന് വിചാരിച്ച് അടിക്കലും തുടക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിച്ചു. ചോറ് നമ്മൾ ഇനിയും ഊറ്റിയെടുത്തിട്ടില്ല കേട്ടോ, നല്ല വേവുണ്ട്. ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ടും ചോറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനിതാ നമ്മൾ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് പെട്ടെന്ന് തന്നെ കടുകൊക്കെ ഒന്ന് ഇട്ടിട്ട് കറിവേപ്പിലയും ചേർത്തു. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പേരി ഒന്ന് താളിച്ചെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് എടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ തോരനാക്കി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുപയർ ഓവർ കുക്കായിട്ട് പോകരുത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു തോരൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. സാധാരണ നമ്മൾ ചെറുപയർ കറിയൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓവർ കുക്കാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോരനുള്ള പയർ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഓവർ അലിഞ്ഞ് മിക്സ് ആവാതെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്നിലൊട്ട് പിടിക്കാത്ത രീതിയിൽ വേണം ചെറുപയർ തോരൻ റെഡിയാക്കി എടുക്കുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഷാലുമോൾക്കും ഷൺമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ ഇങ്ങനെ തോരൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അത് റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ മീനൊന്ന് കഴുകി എടുക്കാം നമുക്ക്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി മാത്രമാണ് കേട്ടോ മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഉണക്കൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പച്ചമീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ അല്ലല്ലോ, എല്ലാ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറും പച്ചമുളക് കീറിയിട്ടിട്ട് അങ്ങനെ വേണമല്ലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ മീനിനൊരു കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പുറത്ത് ഒരാൾക്കൊക്കെ കൊടുക്കാൻ കൊണ്ടുപോകില്ല. അപ്പോൾ ജസ്റ്റ് നല്ലൊരു കളറൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പച്ചമുളക് ചേർത്തിട്ടും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മുളക് പൊടി ചേർക്കുന്നതിലേറെ ടേസ്റ്റ് പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കൊണ്ടാട്ടം മുളകും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മീനിൽ പച്ചമുളക് ഇടാത്തത് കാരണം ഇനിയിപ്പോൾ കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു കൊണ്ടാട്ടം മുളക് കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്നാൽ ഇനി പെട്ടെന്ന് തന്നെ കഞ്ഞിയൊക്കെ കൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഷാലുമോൾ ഇവിടെ വേറൊരു പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവരത് റെഡിയാക്കി എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഉറുമാമ്പഴം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അവർ നല്ല ഗ്രാൻഡായിട്ട് തന്നെ അവിൽ മിൽക്ക് റെഡിയാക്കി എടുക്കാൻ നിൽക്കുകയാണ്. ഷാലും ഷനും കൂടി തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. എൻ്റെ ഒരു ഹെൽപ്പും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ഇടയിൽ തന്നെ അവർ ചെറുപഴവും പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമ്മളുടെ അവിൽ മിൽക്കിലേക്ക് വേണ്ട ജ്യൂസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിലൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് തലേ ദിവസം ഞാനിവിടെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിൽ മിൽക്ക് റെഡിയാക്കാനാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഒരു കൊതി, ഇപ്പം തന്നെ കഴിച്ചിട്ട് പോവാം, പിന്നെ ഇനി കഞ്ഞിയൊന്നും കുടിക്കണ്ടല്ലോ, ഇത് കുടിച്ചിട്ട് പോവാം, പിന്നെ നമുക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ റെഡി ആവുകയാണ്. അപ്പോൾ ഷാലുമോളാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അവൾ കുറച്ച് അവിലൊക്കെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ പഴമൊക്കെ അടിച്ച് വെച്ച മിക്സ് ചേർത്തിട്ട്
ഐസ്ക്രീമും അതുപോലെ നമ്മൾ ഉറുമാമ്പഴമൊക്കെ ചേർത്തിട്ട് നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശാലുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ കുക്കിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും കുക്കിങ്ങിനോടൊരു താല്പര്യമുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഉള്ളൊരു താല്പര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ശാലുമോൾക്കും. അവൾക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുന്ന ജോലി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയൊക്കെയാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ അവൾ തന്നെ എല്ലാവർക്കും ഒരുമിച്ചിട്ട് എടുത്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷിതുമോൻ ഈ ടൈമിൽ ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അവന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവൻ വരുമ്പോഴേക്കുന്ന നമുക്ക് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവാലോ എന്ന് പറഞ്ഞിട്ട് അവന് വന്നിട്ട് അവനും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊക്കെ ഇതൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അവിൽ മിൽക്കൊക്കെ എല്ലാവരും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആവില്ലേ റെഡിയാക്കി എടുക്കുക. പിന്നെ പൊതുവേ നമ്മൾ പൊടിയവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാ അവിൽ തന്നെ ജസ്റ്റ് ഒന്ന് വറുത്ത് ബോട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ റെഡിയാക്കി എടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കുന്നത് പലരും പല രീതിയിലാവും. നമുക്ക് നമ്മുടെ കയ്യിൽ ഹോർലിക്സ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുക കേട്ടോ, നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നട്ട്സും പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയാവൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ വേണമെങ്കിൽ ഇതുപോലെയൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെറുതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ, എന്നെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഞാൻ അവൾ ഓരോരോ ഡൗട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മൊത്തത്തിൽ ശാലുമോൾ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തത്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഷിതുമോനും വന്ന് അവനും അവിടെ ഇരുന്നിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഇനിയിപ്പോൾ ടൈമൊന്നും വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച ഉണക്കൽ മീനും പിന്നെ കൊണ്ടാട്ടൻ മുളകൊക്കെ ഒരു ഡപ്പയിലേക്ക് ആക്കിയെടുക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയുടെ അടുത്തൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള 2 പാത്രങ്ങളും അതുപോലെ അതിലേക്ക് വേണ്ട 2 കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടാൻ അതിൽ വെച്ചിട്ട് ഞാൻ ആ കവറുടെ മാറ്റി വെച്ചു. പിന്നെ കഞ്ഞി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണ്ടായി. കഞ്ഞി നമ്മുടെ ചോറ് ശരിക്കും വേവായിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുക്കറിലിട്ട് പെട്ടെന്ന് തന്നെ കഞ്ഞി ഒന്ന് അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി കവറിലിട്ടിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന ടൈമിൽ ഷിതുമോനും ശാലും ഒക്കെ അവിടെ ഒന്ന് മടങ്ങി വരുന്ന ടൈമിൽ അവർക്ക് തോട്ടിലും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് സോപ്പും അതുപോലെ അവരുടെ ഡ്രസ്സൊക്കെ വേറൊരു കവറിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി എൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ശാലുമോളെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വ്ളോഗിൽ നമ്മൾ തോടൊക്കെ കാണിച്ച ആ ഒരു വ്ളോഗിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ പിറകുവശത്തൂടി ഋഷികൻ്റെ അനിയൻ്റെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലൂടെ ആയിട്ട് നമ്മുടെ റബ്ബർ തോട്ടത്തിലൂടെ അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ തോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ട് നമ്മുടെ നെയ്ബേഴ്സായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് ലോങ് ആണ് കേട്ടോ അവരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തോട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ റോട്ടിലൂടെ ഒന്ന് പോകണം, നമ്മൾ പിന്നെ ഒരുപാട് നാളായി നാട്ടിലേക്കൊക്കെ വന്നിട്ട്, അപ്പോൾ നിങ്ങളുടെ ഈ വ്ളോഗ് കാണുമ്പോൾ നമുക്ക് നമ്മളുടെ നാട്ടിൽ വന്ന ആ ഒരു ഫീലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഇതിലൂടെ തന്നെ പോകുന്നത്. അപ്പോൾ അവരുടെ നാടൊക്കെ കണ്ട് സന്തോഷിക്കുന്നവരൊക്കെ ആവില്ലേ, അപ്പോൾ അവർക്കും കൂടെ ഒരു സന്തോഷമാവും ചെയ്യും. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിനും തന്നെ നമ്മുടെ നാട്, നമ്മുടെ മനോഹരമായ ഈ നാടൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. കവുങ്ങും തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഫ്രഷ് എയറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു നാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പോയിട്ട് ഇപ്പോൾ നമ്മുടെ തോടിൻ്റെ അവിടേക്ക് എത്താനായി കേട്ടോ. അപ്പോൾ ഇവർക്ക് തോടിൻ്റെ അടുത്തേക്ക് എത്തിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ, ഓടിയിട്ട് പോകുന്നുണ്ട്. ഷിതുമോ വിചാരിച്ചിട്ട് ഇപ്പം തന്നെ കുളിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശാലുമോളെ അവരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന കവറുകളൊക്കെ വാങ്ങി ഞാൻ കൈ പിടിച്ചിട്ട് നമ്മൾ തോട് മുറിച്ചിട്ട് അപ്പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ മുന്നേ നമ്മൾ ചെയ്ത വ്ളോഗിൽ ഇവിടെ കാണുന്ന ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് റബ്ബർ തോട്ടങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ഞാൻ ഇവിടെ പ്രത്യേകം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഋഷിക്കാൻ്റെ ഉപ്പാൻ്റെ അതുപോലെ അപ്പാപ്പായുടെ ഒക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മളിപ്പോൾ ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നപ്പോൾ അതിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, തന്നെ പൊട്ടി വീണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മുറിച്ച് ഒഴിവാക്കിയപ്പോൾ റബ്ബറുകളൊക്കെ കുറവാണ്. ഇപ്പോൾ അവിടത്തൊക്കെ തെങ്ങിൻ തൈകളൊക്കെ വെക്കാനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇതാ നമ്മൾ തോടൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല എന്തൊക്കെയോ നല്ലൊരു മനസ്സിനൊക്കെ നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ, ഒരുപാട് മരങ്ങളൊക്കെ പോയി. പിന്നെ ഇവിടെ ഈ കാണുന്ന കുളം ഇത് നമ്മുടെ തൊടിയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മളിത് വേനലൊക്കെ ആകുമ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്കാവശ്യമായിട്ടുള്ള വെള്ളവും, അതുപോലെ പണ്ട് നമ്മൾ ഈ തറവാട് വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് നമുക്ക് കിണറിലൊക്കെ വെള്ളം കുറവാകുന്ന ടൈമിലൊക്കെ നമ്മൾ മോട്ടർ വെച്ചിട്ട് വീട്ടിലാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വെള്ളം എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പയും പണിക്കാരനും കൂടിയിട്ട് ഇവിടെ അതാ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞി അവിടെ നമ്മുടെ പഴയ വീടിൻ്റെ തിണ്ടത്ത് കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഴയ വീട്. എന്നെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതൊക്കെ ഈ വീട്ടിലേക്കായിരുന്നു കേട്ടോ. പിന്നീടാണ് നമ്മൾ പുതിയ വീടൊക്കെ വെച്ച് മാറിയത്. കുഞ്ഞി അപ്പോൾ ഷിതുമോന് ഇപ്പം തന്നെ കുളിക്കാനുള്ള ഇൻട്രസ്റ്റിലായിരുന്നു കേട്ടോ. എന്താ നമ്മൾ തോട്ടക്ക് പോവാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ കിണറിലേക്കൊക്കെ ഒന്ന് നോക്കും. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള കിണറാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചുറ്റുപാടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്തേക്കൊന്ന് പോയി നോക്കുകയാണ്. കാരണം അവിടെയുള്ള റബ്ബറുകളൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പുതുതായിട്ട് തെങ്ങിൻ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴാണ് നമ്മുടെ ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി വന്നതാണ് അവന്. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാരണം നമ്മൾ ഈ വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ഏത് ഉച്ച സമയത്തും നമ്മളിവിടെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും തണലൊക്കെ ആയിട്ട് അങ്ങനൊരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ തെങ്ങിൻ തൈയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തൊരു വെയിലാണെന്നറിയോ, ഇവിടെ നിൽക്കാൻ പറ്റണില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് കാണുന്നതൊക്കെ നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മളെ ഫാമിലിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ആകാശമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അതൊരു വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഫോട്ടെടുക്കാം നമുക്ക് പൂച്ചക്കുട്ടീനെ. ഓ അപ്പോൾ അവിടെ വിറകിൻ്റെ താഴെ ഒരു പൂച്ചക്കുട്ടീനെ കണ്ടപ്പോൾ അതിൻ്റെ പിറകെ ഓടി നടക്കുക കേട്ടോ ഷിതുമോന്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പശുത്തൊഴുത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനതൊക്കെ കണ്ടിങ്ങനെ ആഹ്ലാദിച്ചിരിക്കുകയാണ്. അവിടെ പശുവിനെ വേണം പൂച്ചനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഉണ്ട് ശാലുമോൾ ഇവിടെ ചെടിയുടെ കൊമ്പൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നുണ്ട്, വെള്ളത്തിലിട്ട് വെക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതൊക്കെ അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഒരു ഫാമിലി കൂടെയാണ് കേട്ടോ. ഉപ്പാൻ്റെയൊക്കെ അങ്ങനെ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഫാമിലി തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കയറി അവിടേക്ക് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന ടൈമിൽ ഷിതുമോൻ്റെ കയ്യിൽ ഉപ്പ പിന്നെ അടക്ക പൊറുക്കി വെച്ചതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു കവറിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ ഓടി ചെന്നിട്ട് വാങ്ങിച്ചിട്ട് വരികയാണ്. അപ്പോൾ എന്നിട്ട് എൻ്റെ കയ്യിൽ ഇട്ടിട്ട് അവൻ ഓടിപ്പോവുകയും ചെയ്തിട്ടോ. അപ്പോൾ ശാലുമോൾ ഞാൻ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ തന്നെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അവർ എന്തായാലും തോട്ടിൽ ചാടിയിട്ടേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോഹർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ചോറും കറിയൊന്നും റെഡിയാക്കിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്തായാലും പണിക്കാരന് ഉച്ചയ്ക്ക് ഫുഡൊന്നും വേണ്ട, പക്ഷേ ഉപ്പ വരും ഫുഡൊക്കെ കഴിക്കാൻ ഉച്ചയാകുമ്പോഴേക്ക്. അപ്പോഴേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാനിനി തോട്ടിലേക്കൊന്നും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. റബ്ബറുകളൊക്കെ മുറിച്ച് മാറ്റിയപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് നമ്മളൊരു നട്ടുച്ച സമയത്ത് വന്നാൽ പോലും ഭയങ്കര തണുപ്പും തണലൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ തെങ്ങിൻ തൈകളൊക്കെ വെച്ചാലും അതൊക്കെ വലുതായി വന്നാൽ അതും നല്ലൊരു കാഴ്ചകൾ തന്നെ ആവുമല്ലോ. അപ്പോൾ ഷിതുമോനൊക്കെ ഭയങ്കര ഓട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തത്തെ വീട്ടിൽ നിന്ന് ഒരു ഫാഷൻ ഫ്രൂട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൈ പിടിച്ചിട്ട് പോവുകയാണ്.
അപ്പോൾ തോടിൻ്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ അവർ എന്താ പറയുക, അവർക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല. നേരെ എടുത്ത് ചാടിയിട്ടുണ്ട് 3 പേരും കേട്ടോ. അപ്പോൾ ഷിതുമോനെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പോവാൻ ഷിതുമോനെ അവിടെ നിർത്താനൊരു കാരണം കൂടെ ഉണ്ട്. അവിടെ വേറെ നമ്മുടെ വീടിനടുത്തുള്ള താത്തമാരൊക്കെ ഉണ്ട് കേട്ടോ തോട്ടിൽ. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കും എന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ അവരുടെ കൂടെ മോനെയും കൂടെ വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഒറ്റക്കാണ് വരുന്നത് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചോറൊന്ന് ഊറ്റിയെടുക്കണം. നമ്മൾ പോകുന്ന ടൈമിൽ അത് വേവൊന്നും ആയിട്ടുണ്ടായില്ല. മട്ടയരി ആവുകൊണ്ട് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ. ഏതായാലും ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും വേവ് അധികമായിട്ട് പോവുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. നമുക്കിത് ഇട്ടിട്ട് എവിടെ വേണേലും പോയിട്ട് വരാമെന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുക്കറിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് കുഞ്ഞു കുഞ്ഞു മത്തികളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കൊക്കെ വേണം. അതുപോലെ നമ്മൾ അക്കരത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കൊമ്പ് വെട്ടി കണ്ടപ്പോൾ ഒന്ന് കുറച്ച് മുരിങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊരു മീൻ കറി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യുക. പിന്നെ ഉപ്പാക്കൊക്കെ ഇങ്ങനത്തെ കറിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ചിട്ട് പുളിവെള്ളത്തിൽ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇനി ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആ കറിനോടാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ കറി റെഡിയായി. അപ്പോൾ മക്കൾക്ക് മീൻ കറിയോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ കുറച്ച് മീൻ പൊരിച്ചെടുക്കുകയും ചെയ്യുക. പിന്നെ നമ്മൾ ആ കൊണ്ടുവന്നിട്ടുള്ള മുരിങ്ങയും കൂടെ തളിച്ചെടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനാണ് കേട്ടോ. ഞാനിതൊക്കെ നന്നാക്കി വന്നപ്പോഴേക്ക് തന്നെ സമയം ഒരുപാട് 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരുന്നുണ്ടാവും ഫുഡ് കഴിക്കാനെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാനും അലക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലാകെ നേരമൊക്കെ വൈകിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു ഓംലെറ്റൊക്കെ റെഡിയാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ദോശമാവ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഒരു മസാല ദോശയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ മുന്നേ ഞാൻ ആദ്യം മുരിങ്ങ ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കാന്താരി മുളകും ചേർത്തു. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ മുരിങ്ങക്കറി താളിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്ക് ഇവിടെ പൊതുവേ ഇങ്ങനെയുള്ള താളിപ്പുകളോടാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇങ്ങനെ മസാലക്കറികളുടെയൊക്കെ അതിലേറെയൊക്കെ ഇഷ്ടം അതാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഓംലെറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓംലെറ്റ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് താത്താൻ്റെ മോനെ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ അവന് പൊതുവെ ഉച്ചയ്ക്ക് അങ്ങനെ ചോറിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നാൽ ഒരു 1-2 ഓംലെറ്റും പൊരിച്ചെടുക്കുക. പിന്നെ നമ്മുടെ ദോശമാവ് ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു നെയ് റോസ്റ്റ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയാണ്. കാരണം അവന് നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മസാല ദോശ ആകുമ്പോൾ നമ്മളതിലേക്ക് മസാലയും ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ എത്താറായിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അവന് ഈ ഫ്ലിപ്പിൻ്റെ ഒരു ഡെലിവറി ഇതിൽ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ടൈം കിട്ടിയപ്പോൾ എന്നാൽ ഞാനിതിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓംലെറ്റൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മസാല ദോശയിലേക്ക് ഇപ്പോൾ മീൻ കറി അവന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു ചട്ടിനിയും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കുകയാണ്. ചുവന്ന ചട്ടിനിയാണ് കേട്ടോ, മുളക് പൊടി ചേർത്തിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുരിങ്ങ കറീനെ വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇതാകുമ്പോൾ നല്ലൊരു പെർഫെക്റ്റാണ് നമുക്ക് ചട്നിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ ചൂടായി കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ചട്നി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം കിച്ചണിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുളിച്ചൊക്കെ വന്നതിന് ശേഷം അവൻ വരാൻ ടൈം ആകുമ്പോഴേ ദോശ ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ
നെയ് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ചൂടോടുകൂടി കഴിക്കുന്നതല്ലേ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് അവന് വരുമ്പോഴേക്ക് കുറച്ച് പിസ്ത ജ്യൂസ് കൂടെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഷാലുമോളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിനും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം അവനുള്ള മസാല ദോശ കൂടെ നെയ് റോസ്റ്റ് കൂടെ റെഡിയാക്കി എടുക്കാനെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വന്നിട്ട് തന്നെ ഞാൻ നെയ് റോസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചൂടോട് കൂടി തന്നെ അവൻ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ എത്താറായി 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കാരണം നമ്മളിത് ചുട്ടടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇതാ ഒരു ക്രിസ്പി ഫീലോട് കൂടിയിട്ട് നമ്മൾ ചട്നിയിലൊക്കെ മുക്കിയിട്ട് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഓംലെറ്റും കൂടെ ഉണ്ടാകുമ്പോൾ അവന് നല്ല ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ചുട്ടെടുത്തു. പിന്നെ ഈ നെയ് റോസ്റ്റ് മസാല ദോശയുടെയൊക്കെ റെസിപ്പികൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മസാല ദോശയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഷിഫു വന്നു, പെട്ടെന്ന് തന്നെ വന്നിട്ട് 10 മിനിറ്റ് കൊണ്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ എല്ലാം. പെട്ടെന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവന് തിരിച്ചു പോയി. പിന്നെ അതിന് ശേഷം ഉപ്പ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉപ്പ അങ്ങനെ കുടിക്കാനും അങ്ങനെയൊക്കെ പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്ത് ഞാനങ്ങ് മടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ബിസി ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ ആരെങ്കിലും നമ്മളുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഓൾ തന്നെ പ്രത്യേകം സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ പിന്നെ ഇനി ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. എങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരു വെറൈറ്റി എപ്പിസോഡുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.